ഈ അപ്പൂപ്പൻ എന്താ കല്യാണം കഴിക്കായിരുന്നു? കെട്ടണമെന്നൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ എവിടെ നിന്ന് ശരിയാകാന്? വർഷം മൊത്തം കണ്ട പിഗിരി പിള്ളേർ ക്രിസ്മസ് വേണമെന്ന് പറഞ്ഞ സാധനങ്ങളുടെ ലിസ്റ്റ് ഉണ്ടാക്കി വണ്ടി ശരിയാക്കി മാഞ്ഞ് പുല്ലും കൂടെ തുടങ്ങണം. ഇതൊക്കെ എവിടെ നിന്ന് പെണ്ണ് കിട്ടാനെ? അപ്പൊ സാൻഡേം സിംഗിൾ ആണല്ലേ ഒരു വിധത്തിൽ. അല്ല, ഈ ഗിഫ്റ്റ് കൊടുക്കാൻ പോകുന്ന വീട്ടിലെ ആരുമായിട്ടെങ്കിലും? ഇടവരൊക്കെ ഞാൻ ഗിഫ്റ്റ് കൊടുക്കാൻ പോകുന്ന മൊത്തം കൊച്ചു പിള്ളേർക്ക് അതിന് നീ എന്നെ ജയിലിൽ കൂടെ കയറ്റി. അല്ല, അവിടുത്തെ മുതിർന്ന ആരെങ്കിലും? ഇവിടെ അത് പണ്ട് ഏതോ ഒരുത്തം ഉണ്ടാക്കാൻ നട്ടാ കുറുക്കാൻ നാളെയാണ് ഞാൻ കണ്ട പിള്ളേർ അമ്മേനെ പിടിച്ച് മരത്തിൻ്റെ അടി ഉമ്മ ഒക്കെ വന്നു. എൻ്റെ വാപ്പയാണെങ്കിൽ സംഭവം ഉണ്ടായിട്ടില്ല. ചുമ്മാ ഒരു പാട്ടൊക്കെ ഉണ്ടാക്കി വിട്ടോളൂ. ഉമ്മയായിട്ട് ഉമ്മിക്കരി പോലും എനിക്കാരും തന്നിട്ടില്ല. കംഡോണോ പിന്നെ വിഷമം വരൂല്ലേ? അല്ല, ഒന്നുമില്ലെങ്കിലും നിങ്ങളില്ലാതെ എന്ത് ക്രിസ്മസ്? അതും ശരിയാ. സാൻഡൻസ് ഇല്ലേ, ഞാൻ പോയി ഇത്തിരി വൈൻ കേക്ക് എടുത്തിട്ട് വരാം. സീരിയസ് ആയിട്ടും? ആദ്യമായിട്ട് ഒരു വീട്ടിൽ ചെന്നിട്ട് എനിക്ക് ആരെങ്കിലും കേക്കും വൈനൊക്കെ തരുന്നത്. ഇതിലൊക്കെ എന്തിരിക്കുന്നു? അമ്മ ഒരു ചായ ഇട്ട് തരുമോ? ആ കടപ്പം. തനിക്ക് എന്താടോ? താനേതാടോ? ഇതെന്തുവാടോ? സാന്റെയാ? നീ ഏതാ? ഇതെന്റെ വീടാ. അപ്പൊ ഇവനാരാ? ഹലോ, പരിചയപ്പെട്ടില്ല. ഐ എം മിസ്റ്റർ പൂട്ടുണ്ണി ജോസ്. പൂട്ടുണ്ണിയാ? നോ, പൂട്ടുണ്ണി. എത്ര വലിയ പൂട്ടും നമ്മൾ നല്ല കിടലമായിട്ട് തുറന്ന് പണിയെടുത്തു. അതാണ്. ഇന്ന് തന്നെ ക്രിസ്മസ് ആയിട്ട് കാര്യമായിട്ട് എന്തെങ്കിലും തടയെന്ന് വെച്ച് ഇങ്ങോട്ട് കയറിയതാ. സാരമില്ല, ഏതായാലും സാന്റനെ കണ്ടല്ലേ. അപ്പോൾ ശരി, അടുത്ത ഏതെങ്കിലും ദിവസം കാണാം. ഹാപ്പി ക്രിസ്മസ്. ഇവിടെ ഇപ്പം എന്താ സംഭവിച്ചത്? എൻ്റെ ഊഹം ശരിയാണെങ്കിൽ അതൊരു കള്ളനായിരുന്നു. വാവ്. അല്ല, ഇത്രയൊക്കെ ഇവിടെ നടന്നിട്ട് നീ ഒന്നും അറിഞ്ഞില്ലേ? അല്ല, ഞാനൊരു വീഡിയോ കണ്ടോണ്ടിരിക്കുകയായിരുന്നു. ഈ വെളുപ്പിന് 1 മണിക്കൊക്കെ എങ്ങനെയാടോ? അയ്യോ, അതല്ല, ഞാൻ യൂട്യൂബിൽ ഒരു വീഡിയോ കാണുമായിരുന്നു. അപ്പൊ ഇന്നത്തെ പരിപാടി മാൻ മന്തി.